എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഡൗൺ ആക്കുന്ന ഒരു ചിന്ത എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല, ഇന്നത്തെ ദിവസം ഞാൻ വേസ്റ്റ് ചെയ്തു. ഇത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, ഡൗൺ ആക്കുക. ഇതിൻ്റെ അർത്ഥം നിങ്ങളൊരു ദിവസം ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. എന്തൊക്കെയോ നിങ്ങൾ ചെയ്യുന്നുണ്ട്. രാവിലെ എണീക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, ഒരു ലൂപ്പിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് യു ഡോണ്ട് ഹാവ് എനി ക്ലാരിറ്റി. അതാണ് എന്താണ് ഞാനൊരു ദിവസം ചെയ്തത്, ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങളുടെ കയ്യിലില്ല. സോ നിങ്ങളൊരു ദിവസം ചെയ്ത എല്ലാ കാര്യങ്ങളെയും നിങ്ങളൊരു നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുകയും ഇതിൻ്റെ ഒരു കൃത്യമായ ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു മെത്തേഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ജേർണലിംഗ് എന്ന് വിളിക്കാം. എന്താണ് ജേർണലിംഗ്? എങ്ങനെ ജേർണലിംഗ് ചെയ്യാം നമുക്ക് നോക്കാം. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ദിവസം എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ടൈമാണ് കിട്ടുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഈ ലോകത്ത് ഒരുപാട് സക്സസ് ഉണ്ടാക്കിയിട്ടുള്ള, ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഒരു ദിവസം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന സമയവും അതേപോലെ തന്നെ ഒന്നും ചെയ്യാതൊരു വ്യക്തിക്ക് കിട്ടുന്ന സമയവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതായത് സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ചിന്തകളുണ്ട് അല്ലേ? ചിന്തകളാണല്ലോ നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു ദിവസം 60,000 മുതൽ 70,000 വരെ ചിന്തകൾ ഒരാളുടെ മൈൻഡിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഇത്രയും ചിന്തകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാം. ഇതിൽ തന്നെ നല്ലൊരു ശതമാനം ചിന്തകൾ നെഗറ്റീവ് ആയിരിക്കും. ഈ നെഗറ്റീവിൽ തന്നെ നല്ലൊരു ശതമാനം ചിന്തകൾ റിപ്പീറ്റഡ് ആയിരിക്കും. അതായത് നമുക്ക് പ്രത്യേകിച്ചൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതിനെക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ദിവസത്തെയും ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ, അതായത് എന്ത്, എങ്ങനെ, എവിടെ എന്നുള്ള ക്ലാരിറ്റി ഇല്ലാതെ, എന്തിന് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ഉത്തരം നമുക്കില്ലാതെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ സ്ട്രെസ്ഡ് ആവാനും അതുപോലെ തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനും സാധ്യതയുണ്ട്. നമുക്കെല്ലാവർക്കും ഗോളുകളുണ്ടാവും അല്ലേ? ഗോളുകൾ എന്ന് പറയുന്ന സമയത്ത് വലിയ വലിയ ഗോളുകൾ തന്നെ ആവണമെന്നില്ല. ചെറിയ ചെറിയ ഗോളുകളാണെങ്കിൽ കൂടെ അതെല്ലാം ഗോളുകൾ തന്നെയാണ്. ചില ആളുകളുടെ ജീവിതത്തിലെ ഗോളെന്ന് പറയുന്നത് നല്ലൊരു വീട്, സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് അവർക്കുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ EMIs എനിക്കിതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഇത്തരത്തിലുള്ള കടങ്ങളുണ്ട്, ഞാൻ എപ്പോഴാണ് സമാധാനത്തോടെ ജീവിക്കുക, ഇത്തരത്തിലുള്ള ചിന്തകളായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ എത്തണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് ബിസിനസ് ലെവലിൽ ഉയരണം, ഇങ്ങനെയുള്ള പല ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ഇതിന് അയാൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പോരാ എന്നുള്ളൊരു തോട്ട് അയാളുടെ ബ്രെയിനിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളൊരു ചോദ്യം കൂടെ വേണമല്ലോ. ഈ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിനിന് ചിന്തിക്കുകയാണ്, ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഇന്ന് ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യാണ്, ഞാൻ എൻ്റെ ദിവസത്തിലെ ഓരോ ടൈമും ഞാൻ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചിന്തയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്. മറിച്ച് നമ്മളുടെ സ്ട്രാറ്റജി ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ദിവസം കഴിയുന്ന സമയത്തും അന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു സമ്മറി നമ്മൾ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഉദാഹരണം പറഞ്ഞു തരാം. അതായത് ഒരു തിരക്ക് നിറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റ്. ഈ ഒരു സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റ് അവിടെ വരുന്നുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും കണക്ക് അന്നന്ന് രാത്രി ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റ് എത്രയും പെട്ടെന്ന് ലോസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റി കിട്ടത്തില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇന്ന ദിവസം എന്ത് സംഭവിച്ചു, ഈ പൈസ എവിടെ പോയി എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ഓർമ്മശക്തിയിലൊക്കെ പരിമിതികളുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ആ സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണ, എത്ര വരവ് വന്നു, എത്ര ചെലവ് വന്നു, എത്ര ലാഭം വന്നു, എത്ര പെൻഡിങ്ങുകളുണ്ട്, എത്ര പ്രൊഡക്റ്റുകളുണ്ട് റണ്ണിങ്ങിൽ, ഇനി എത്ര പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ക്ലാരിറ്റിയും ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ, അതേപോലെ തന്നെ ആ ഒരു കടേൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് കൂടെ ആ ഒരു ദിവസം കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ സൂപ്പർ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അതായത് ഓരോ ദിവസവും ആ സൂപ്പർ മാർക്കറ്റ് വലിയ വലിയ സ്റ്റെപ്പുകൾ കയറി ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ചൊരു ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഞാൻ എന്ത് ചെയ്തത് എന്നുള്ളൊരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾ വരുത്തണം.
ഒരു ദിവസം കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഒരുപാട് പെൻഡിങ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്ന് എന്ത് ചെയ്തു, അതിൻ്റെ കാര്യം എന്തായി, ഇതിൻ്റെ കാര്യം എന്തായി, നിൻ്റെ ഫ്യൂച്ചർ എപ്പോൾ സെറ്റാവും, അതുപോലെ തന്നെ ഈ കടങ്ങളെല്ലാം എപ്പം വീടും, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഇതിനെല്ലാം നമുക്കൊരു കൃത്യമായ ഉത്തരങ്ങളുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയും. കിടന്നുറങ്ങാൻ കഴിയുമെന്ന് മാത്രമല്ല, പിറ്റേ ദിവസം നമ്മൾ എണീക്കുന്ന സമയത്ത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. എന്താണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം, ഓക്കെ, ഇന്നലെ എന്തൊക്കെയായിരുന്നു പെൻഡിങ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഓരോ ദിവസവും എക്സിക്യൂട്ടഡ് ആയിട്ട്, അതായത് ജസ്റ്റ് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ പോരാ, വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്, ആ ലക്ഷ്യത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേഗതയിൽ നമുക്ക് എത്താൻ കഴിയും. നേരെ മറിച്ച് നമ്മൾ ഒരു രീതിയിലുള്ള ഒരു എക്സിക്യൂട്ടഡ് പ്ലാനിലും അല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. ഇവൻ എത്തുകയാണെങ്കിലും വളരെ ദൂരത്തെ ആയിരിക്കും ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകുക. ഇതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്.